ആദ്യം ശങ്കുട്ടിദാസിലേക്ക്. ശങ്കുട്ടിദാസ്, ഒടുവിൽ വെള്ളം കോരിയതെല്ലാം പാഴാവുകയാണോ? BJP-യുടെ രാഷ്ട്രീയ പുനഃസംഘടനയിൽ പോലും വലിയ പ്രാതിനിധ്യം NSS അടക്കമുള്ള സംഘടനകൾക്ക് കിട്ടിയിട്ടും ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP പറയുന്നതല്ല NSS ഇപ്പോൾ പറയുന്നത്. NSS ജനറൽ സെക്രട്ടറി ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു, ഈ ആചാര സംരക്ഷണത്തിന് LDF ആണ് NSS-ന്റെ ഒപ്പം നിൽക്കുന്നത്, NSS അതിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമായി BJP-ക്കുള്ള തിരിച്ചടി കൂടിയാണോ ശങ്കുട്ടിദാസ്? ഒരിക്കലുമല്ല. അങ്ങയുടെ ചോദ്യം തന്നെ വളരെ കൃത്യമായിരുന്നു. അങ്ങ് ചോദിച്ചത് NSS ജനറൽ സെക്രട്ടറിക്ക് ആചാരങ്ങൾ ലംഘിക്കില്ല, ശബരിമലയിലെ ആചാരങ്ങൾ നിലനിർത്തും എന്ന് LDF ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ NSS ഇടതുപക്ഷത്തേക്കോ NSS ഇടത്തേക്കോ എന്നാണ് അങ്ങ് ചോദിച്ചത്. നോക്കൂ, ശബരിമലയിലെ ആചാരങ്ങൾ നിലനിർത്തുമെന്ന്, ശബരിമലയിലെ ആചാരങ്ങൾ ഒരു നിലയ്ക്കും അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്ന്, ശബരിമലയിലെ നിലനിൽക്കുന്ന ആചാരങ്ങൾ തുടർന്നു കൊണ്ടുപോകുമെന്ന് ഇടതുപക്ഷ സർക്കാർ NSS-ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ NSS ഇടത്തേക്കല്ല, LDF സർക്കാർ വലത്തേക്കാണ് പോകുന്നത്. അവർ വിശ്വാസികളുടെ പക്ഷത്തേക്ക്, ഭക്തരുടെ പക്ഷത്തേക്ക്, ശബരിമലയിലെ ആചാരങ്ങളുടെ പക്ഷത്തേക്കാണ് അവർ പോകുന്നത്. 7 വർഷം മുമ്പ് അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന നിലപാടിൽ നിന്ന് അവർ ഘടകവിരുദ്ധമായിട്ട് മറ്റൊരു നിലപാട്, ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. NSS-നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷകരമാണ്. കാരണം NSS വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ആദ്യം മുതൽ ആചാര സംരക്ഷണ പക്ഷത്ത് നിന്നിട്ടുള്ള ഒരു സംഘടനയാണ്. NSS-ന് മറ്റു രാഷ്ട്രീയങ്ങളൊന്നുമില്ല, അവർ സമദൂരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണ്. NSS-ന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആദ്യം മുതൽക്കുള്ള നിലപാട് എന്താണ്? ശബരിമലയിലെ ആചാരങ്ങൾ അതേപടി സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. അന്നത്തെ ഇടതുപക്ഷ സർക്കാർ ശബരിമലയിലെ ആചാരങ്ങൾക്ക് വിരുദ്ധമായി അവിടെ നിലനിൽക്കുന്നത് ലിംഗവിവേചനമാണ്, പുരുഷാധിപത്യത്തിന്റെ ഉൽപ്പന്നമായിട്ടുള്ള ആർത്തവ അശുദ്ധിയുടെ സങ്കല്പം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെറ്റായിട്ടുള്ള ദുരാചാരമാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്തപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുള്ള പ്രസ്ഥാനമാണ് NSS. അന്ന് ഇന്ത്യൻ ജുഡീഷ്യറിയിലെ തന്നെ ഭീഷ്മാചാരൻ എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും മുതിർന്ന അഡ്വക്കേറ്റ് പരാശരനെ കൊണ്ട് തന്നെ ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ കേസ് നടത്തിയിട്ടുള്ള സംഘടനയാണ് NSS. ആ സുപ്രീം കോടതിയുടെ വിധി ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സമയത്ത്, വിശ്വാസികൾക്ക് എതിരായ സമയത്ത് അതിനെതിരെ ആദ്യത്തെ പ്രക്ഷോഭം ഒക്ടോബർ 2-ാം തീയതി പന്തളത്ത് നടന്നിട്ടുള്ള നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്നിട്ടുള്ള സംഘടനയാണ് NSS. അന്നിങ്ങോട്ട് ഇതുവരെയും NSS-ന്റെ നിലപാട് എന്തായിരുന്നു? ശബരിമലയിലെ ആചാരം സംരക്ഷിക്കണം എന്നുള്ളതായിരുന്നു. അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുണ്ടായിരുന്ന ആർക്കാണ്? ആചാരങ്ങൾ പരിഷ്കരിച്ചിട്ടാണ് ഈ സമൂഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. ശബരിമലയിൽ നിലനിൽക്കുന്നത് സമൂഹത്തിന്റെ ആധുനിക കാലഘട്ടത്തിന് യോജിക്കുന്ന അല്ലാത്തൊരു ആചാരമാണ്, അത് പരിഷ്കരിക്കേണ്ടത് ഒരു നവോത്ഥാന ആവശ്യമാണ് എന്ന് പുത്തരിക്കണ്ടം മൈതാനിയിൽ മൈക്കേട്ടി പ്രസംഗിച്ചിട്ടുള്ള ആരാണ്? ആ ആളുകൾ അവരുടെ നിലപാട് മാറ്റുമ്പോൾ NSS പണ്ട് തൊട്ടേ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിലേക്ക് വരുമ്പോൾ അതിനെ അവർ സ്വാഗതം ചെയ്യുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്, അതിൽ എന്ത് വലിയ വിസ്മയമാണുള്ളത്. NSS ഇടത്തോട്ട് ചായുമ്പോൾ സ്വാഭാവികമായും പിണറായി സർക്കാർ വലത്തോട്ട് പോകുന്നില്ലേ എന്നുള്ള ചോദ്യം രാഷ്ട്രീയമായി ലോജിക്കുള്ള ചോദ്യം കൂടിയാണ്. അതിന് മറുപടി അനിൽകുമാർ പറയട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ശബരിമലയിൽ ആചാരം സംരക്ഷിക്കാൻ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല എന്ന കൃത്യമായ വിമർശനം BJP-ക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറി. തീർന്നില്ല, അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചത് BJP-യുടെ വോട്ട് രാഷ്ട്രീയമാണ് എന്നാണ് പറയുന്നത്. നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, NSS പോലെ ഒരു സാമുദായിക സംഘടനയ്ക്ക്, അല്ലെങ്കിൽ SNDP പോലെ, യോഗക്ഷേമ സഭ പോലെ ഒരു സംഘടനയ്ക്ക് സർക്കാർ വിശ്വാസികൾക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് അനുകൂലമായിട്ടോ ഒരു സംഗമം നടത്തുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗമം നടത്തുമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യത്തെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ നോക്കുമ്പോൾ സർക്കാർ വിശ്വാസികളുടെ പക്ഷത്തേക്ക് വരുന്നു, ശബരിമല ഭക്തർക്ക് വേണ്ടി ഒരു സംഗമം നടത്തുന്നു, അതിന് സ്വാഭാവികമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ BJP പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിന്റെ സിംബോളിസം നോക്കിയാൽ പോരാ, അതിന്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യം കൂടി വന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങ് ചോദിച്ചില്ല, അങ്ങനെ ചോദ്യം മനസ്സിലാവും. നോക്കൂ, പന്തളം സംഗമത്തിൽ ഒരു സമുദായ സംഘടനയെ ക്ഷണിച്ചിട്ടില്ല. ഏതെങ്കിലും മനുഷ്യരെ പ്രത്യേകമായിട്ട് ക്ഷണിച്ച് നടത്തിയിട്ടുള്ള ഒരു സംവിധാനമല്ല പന്തളത്തെ സംഗമം. അത് അയ്യപ്പ ഭക്ത സംഗമമാണ്. അവിടെ അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ സ്വമേധയാ വന്ന് ചേർന്നിട്ടുള്ളതാണ്. ഒരു ദിവസത്തെ നോട്ടീസിലാണ് അവിടെ ആളുകൾ വന്നത്. പന്തളത്ത് നടത്തിയിട്ടുള്ള സംഗമത്തിന്റെ ഒഫീഷ്യൽ നോട്ടീസ് പുറത്തിറങ്ങുന്നത്, ഈ ക്ഷണക്കത്ത് പുറത്തിറങ്ങുന്നത് സെപ്റ്റംബർ 14-ാം തീയതി മാത്രമാണ്. ക്ഷണിച്ചിട്ടില്ല എന്നാണ്. ക്ഷണിച്ചത് അമിത്ഷായെയും യോഗി ആദിത്യനാഥിനെയും അണ്ണാമലയും ഈ അവിടെ വന്ന് വർഗീയത പ്രസംഗിച്ച ഒരു സ്വാമിയൊക്കെയാണോ പ്രത്യേകമായി ക്ഷണിച്ചത്? അവരും ക്ഷണമില്ലാതെ വന്നവരാണോ?
നോക്കൂ, അവിടെ വന്നത് ജാതിക്ക് അതീതമായി മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി ഹൈന്ദവരായിട്ടുള്ള ആളുകളാണ്, അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകളാണ്, അയ്യപ്പന്റെ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. അവിടെ വരുന്ന ആളുകളുടെ ഒന്നും ജാതിയോ വർണ്ണമോ ആരും തെരഞ്ഞിട്ടില്ല. അവിടെ വന്നിട്ടുള്ള ഇത്ര ആളുകൾ ഇന്ന ജാതിയിൽപ്പെട്ടവരാണ്, ഇത്ര ആളുകൾ ഇന്ന ജാതിയിൽപ്പെട്ടവരാണ്, അങ്ങനെ എന്ന് പറയുന്ന ഒരാൾ വന്ന് പറഞ്ഞത് വാവര് തീവ്രവാദിയാണ്, മുസ്ലിം ആക്രമണകാരിയാണ് എന്നുള്ള അസംബന്ധങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി അവിടെ. നോക്കൂ, വാവർ എന്ന് പറയുന്നത് ഭൂതനാഥോപാഖ്യാനത്തിൽ പരാമർശിക്കപ്പെടുന്ന വാപുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണെന്നുള്ള ഒരു വാദം വളരെ പ്രബലമായിട്ട് ഹിന്ദു സമൂഹത്തിനുള്ളിൽ നിലനിൽക്കുന്നതാണ്. അതാണ് അദ്ദേഹം ഉയർത്തിയത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വാദമാണ്. അതുമായിട്ട് യോജിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ ചരിത്രപരമായിട്ട് അത് അങ്ങനെയല്ല, മറ്റൊരു നിലയ്ക്കാണ്. ഒരു വാവർ ഒരു നോൺ മുസ്ലിം അറബ് ട്രേഡർ ആയിരുന്നു എന്നാണ് കേസരി ബാലകൃഷ്ണപിള്ളയുടെ ചരിത്രാഖ്യാനം എന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നത് ഒരു നോൺ മുസ്ലിം അറബ് ട്രേഡർ ആണെന്നാണ്. ആ കാര്യത്തിൽ ധാരാളമായിട്ട് തർക്കങ്ങളുണ്ട്. ആളുകൾ അവരുടെ പക്ഷമൊക്കെ പറഞ്ഞോട്ടെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ സർക്കാർ അയ്യപ്പ ഭക്തരുടെ സംഗമമാണെന്നുള്ള പേരിൽ അയ്യപ്പ ഭക്തരല്ലാത്ത ആളുകളെ, നിക്ഷേപകരായിട്ടുള്ള ആളുകളെ, സർക്കാരിന്റെ സാമ്പത്തിക സഹായം ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ കൂട്ടിയിട്ട് വലിയൊരു സംഗമം നടത്താൻ ശ്രമിച്ചു. അവിടെ 3000 പേരെ പ്രതീക്ഷിച്ചെടുത്ത് 463 പേര് മാത്രമേ വന്നുള്ളൂ. എന്നാൽ അത്തരത്തിൽ യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ, യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെ, എല്ലാ സംഘടനകളുടെയും പ്രാതിനിധ്യം ഒന്നും ഉറപ്പുവരുത്താതെ വളരെ പെട്ടെന്ന് ഒരു സമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ തന്നെ 15,000-ത്തിനടുത്ത ആളുകൾ സർക്കാരിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ 10 ഇരട്ടിയോളം ആളുകൾ പന്തളത്തേക്ക് വന്നു ചേർന്നു. അവിടെ എല്ലാ ജാതിയിലും എല്ലാ വർണ്ണത്തിലും എല്ലാ വർഗത്തിലും പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ഇത് ജാതി സംഘടന തള്ളിക്കളയുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തെ NSS ശരിവെക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. Debate with Dr. Arun Kumar.